കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. EGM ഗ്രൂപ്പിലെ എല്ലാ അഡ്മിന്മാർക്കും എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇന്ന് പകൽ നാം ധ്യാനിക്കുന്നത്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായി സർവശക്തനായ ദൈവത്തിന്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുകയാണ്. ദൈവം അദൃശ്യനാണ്. ആരും ഒരു നാളും ദൈവത്തെ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാൻ കഴിയത്തുമില്ല എന്ന് യോഹന്നാൻ തന്റെ സുവിശേഷത്തിലും 1 തീമോഥെയോസ് ലേഖനം 6-ാം അധ്യായത്തിലും ദൈവവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവം വ്യക്തമാക്കപ്പെടാത്തവനാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. എന്നാൽ ആദാമും അവയും ദൈവത്തിന്റെ കാലൊച്ച കേട്ടു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ദൈവത്തെ കണ്ടവരാണ്. മോശ ദൈവത്തിന്റെ ദൂത പ്രത്യക്ഷത കണ്ടതാണ്. പഴയ നിയമഭക്തന്മാർ, പുതിയ നിയമഭക്തന്മാർ ഒക്കെ ദൈവത്തിന്റെ ദൂത പ്രത്യക്ഷത, മനുഷ്യ പ്രത്യക്ഷത കണ്ടതാണ്. അബ്രഹാമിന്റെ അടുക്കൽ സർവശക്തനായ ദൈവം മനുഷ്യനായി വന്ന് അബ്രഹാം കൊടുത്ത ആഹാരം ഭക്ഷിച്ചവനാണ്. അവരൊക്കെ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ കണ്ടതാണ്. എന്നാൽ യോഹന്നാൻ പറഞ്ഞത് ദൈവം അദൃശ്യനാണ്, വ്യക്തമാക്കപ്പെടാത്തവനാണ്. വ്യക്തി എന്ന് പറയുമ്പോൾ വ്യക്തമാക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ദൈവം എന്ന് പറയുമ്പോൾ വ്യക്തമാക്കപ്പെടാത്തവൻ എന്നാണ്. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തുമില്ല. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പിന്നെ എങ്ങനെയാണ് ദൈവത്തെ കാണാൻ കഴിയുന്നത്? അതെ, ദൈവം മനുഷ്യനായി പ്രത്യക്ഷമായി. നമ്മളൊക്കെ ചിന്തിക്കുന്നതും വിചാരിക്കുന്നതും ദൈവം മനുഷ്യനായി ജനിച്ചു എന്നാണ്. എന്നാൽ ജനിച്ചു എന്നുള്ള ആ പരമമായ സത്യം നിലനിൽക്കുമ്പോൾ തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞത് ദൈവത്തിന്റെ മനുഷ്യ പ്രത്യക്ഷതയാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദൈവത്തിന് മനുഷ്യനെ രക്ഷിക്കുവാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും തന്നെ ആദാമ്യ വംശപാരമ്പര്യത്തിൽപ്പെട്ടവരാണ്, ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടവരാണ്. ആദാമും ഹവ്വയും പാപം ചെയ്യുമ്പോൾ ഞാനും നിങ്ങളുമെല്ലാം ആദാമിലും ഹവ്വയിലും ഉണ്ടായിരുന്നു. ആദാം പാപം ചെയ്തപ്പോൾ മനോകുലം മുഴുവനാണ് പാപം ചെയ്തത്. ആദാമും ഹവ്വയും ശാപത്തിലകപ്പെട്ടപ്പോൾ മനോകുലം മുഴുവനാണ് ശാപത്തിലകപ്പെട്ടത്. അതിൽ അബ്രഹാം ഉണ്ടായിരുന്നു, ഇസ്ഹാക്ക് ഉണ്ടായിരുന്നു, യാക്കോബ് ഉണ്ടായിരുന്നു, മോശ ഉണ്ടായിരുന്നു, അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, കർത്താവിന്റെ അമ്മ മറിയ ഉണ്ടായിരുന്നു. ഞാനും നിങ്ങളും എല്ലാം ആദാമിലും ഹവ്വയിലും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടെ ചേർന്നാണ് ആ മഹാപാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയത്. അതുകൊണ്ടാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൽ പറയുന്നത് ഒരുവൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി. ഒരു നീതിമാൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഇന്ന് പകൽ പ്രിയപ്പെട്ടവരെ, ദൈവതേജസ് നഷ്ടമാക്കിയ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല. അങ്ങനെങ്കിൽ പ്രവാചകന്മാരെ ഉപയോഗിച്ച്, ദൈവഭൃത്യന്മാരെ ഉപയോഗിച്ച്, ദൈവം നീതീകരിച്ച നീതിമാന്മാരെ ഉപയോഗിച്ച് മനോകുലത്തെ രക്ഷിക്കാമായിരുന്നു. അങ്ങനെ രക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച എല്ലാവരും ജന്മപാപികളാണ്. ആ ജന്മപാപത്തിന്റെ ബേസിൽ അവർ കർമ്മപാപം ചെയ്യുന്നവരാണ്. എന്നാൽ ദൈവത്തിന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടവരാണ്. മറിയ ഉൾപ്പെടെ ദൈവത്തിന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്. എല്ലാ ഭക്തന്മാരും, പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം ദൈവത്തിന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടവരാണ്. അവരുടെ ബേസ് കർമ്മപാപമാണ്. ആദാമിൽ നിന്ന് ഹവ്വയിൽ നിന്ന് ജനിച്ചതുകൊണ്ട് അവരൊക്കെ ജന്മപാപികളാണ്. ആദാം ഹവ്വ ചെയ്ത പാപത്തിന്റെ പരിണിത ഫലം അനുഭവിക്കുന്നവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടു. ആ ദൈവം മനുഷ്യനായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ ദൈവം സ്വീകരിച്ച പേരാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞത് മറ്റൊരുത്തിനും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഒറ്റ നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ്. മനോകുലത്തിന്റെ രക്ഷ കർത്താവിലാണ്, യേശുക്രിസ്തുവിലാണ്. എങ്കിൽ സകല മനുഷ്യർക്കും ഉണ്ടാകാനുള്ള സന്തോഷമാണ് ഇവിടെ ജനിക്കപ്പെട്ടതെന്ന് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, അതേ സകല ജനത്തിനുമുള്ള മഹാസന്തോഷമാണ് കർത്താവായ യേശുക്രിസ്തുവിൽ കൂടെ കാണുന്നത്. ദൈവത്തിന്റെ ഏക പ്രത്യക്ഷതയാണ് കർത്താവായ യേശുക്രിസ്തു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൽ അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് യേശുക്രിസ്തുവിലാണ്. ചുരുക്കി പറഞ്ഞാൽ യേശുക്രിസ്തു എന്തിനാണ് പ്രത്യക്ഷപ്പെട്ടതെന്ന് യോഹന്നാൻ അപ്പോസ്തലൻ വ്യക്തമായി പറയുന്നു.
പാപങ്ങളെ നീക്കുവാനാണ്, പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്. യോഹന്നാൻ ലേഖനം 1-ാം 1-ാം വാക്യത്തിൽ പറയുന്നു, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷനായി. ദൈവമാണ് ജീവൻ. ദൈവത്തിൽ നിന്നാണ് സകല ജീവനും ഉത്ഭവിച്ചത്. ജീവന്റെ പ്രത്യക്ഷതയാണ് യേശുക്രിസ്തുവിൽ കൂടെ ഞങ്ങൾ കാണുന്നത് എന്നാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. ഞങ്ങൾ ആ ജീവന്റെ പ്രത്യക്ഷതയെ, ജീവനെ ഞങ്ങൾ കണ്ടിട്ടില്ല, കാണാൻ കഴിയത്തില്ല, മനുഷ്യർക്ക് ആർക്കും കാണാൻ കഴിയത്തില്ല. എന്നാൽ ആ ജീവന്റെ പ്രത്യക്ഷതയെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ തൊട്ടു, ഞങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, മറ്റൊരുത്തിനും രക്ഷയില്ല. മനോകുലത്തിന്റെ പാപപരിഹാരാർത്ഥം, മനോകുലത്തിന്റെ രക്ഷയ്ക്കായി മനുഷ്യനായി ഭൂമിയിലേക്ക് പ്രത്യക്ഷപ്പെട്ടവനാണ് സർവശക്തനായ യേശുക്രിസ്തു. യേശുക്രിസ്തുവിൽ കൂടെ മാത്രമേ എനിക്കും നിങ്ങൾക്കും രക്ഷയുള്ളൂ. ആ രക്ഷാനായകനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും രക്ഷ നൽകുവാൻ തക്കവണ്ണം അദ്ദേഹം സർവശക്തനാണ്, ഏക രക്ഷകനാണ്, ഏക കർത്താവാണ്, ഏക മഹാദൈവത്തിന്റെ, അദൃശ്യ ദൈവത്തിന്റെ ഏക പ്രത്യക്ഷതയാണ്. ആ പ്രത്യക്ഷതയിൽ കൂടെ മാത്രമേ മനോകുലത്തിന് രക്ഷയുള്ളൂ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകട്ടെ.